നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുന്നത്. രാവിലെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കും. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 28 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ദിലീപ് അടക്കം കേസിലെ 10 പ്രതികളും കോടതിയിൽ ഹാജരാകും. ബീന റാണിയും രേഷ്മ ബാബുവും ചേരുന്നു. രേഷ്മയിലേക്ക്. രേഷ്മ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേസിന്റെ നാൾ വഴികളായിരുന്നു. തുടരാം. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചുള്ള തെളിവുകൾ അത് സാധൂകരിക്കാനായിട്ട് ഇൻക്യാമറ, അതായത് അടച്ചിട്ട, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അടച്ചിട്ട കോടതി മുറിയിലൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ വിചാരണ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് കടക്കുന്നു. പ്രധാനമായിട്ടും ഈ ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടതോടുകൂടിയാണ് ഇതിനൊരു മറ്റൊരു മാനം കൈവന്നത്. പക്ഷേ ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയെങ്കിലും അതിൽ സാധൂകരിക്കുവാനായിട്ടുള്ള ആദ്യഘട്ട തെളിവുകളിലേക്കൊന്നും തന്നെ ഈ പറയുന്ന പ്രോസിക്യൂഷന് ആദ്യം പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ കൂറുമാറിയ 28 സാക്ഷികൾ നൽകിയ മൊഴികൾ അത് ആദ്യം വലിയ രീതിയിൽ പ്രയോജനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇവർ കൂറുമാറിയതോടുകൂടി അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പിന്നീടാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ആ മൊഴി നൽകിയതോടുകൂടി തുടരന്വേഷണത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെട്ടു. അതായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പലതവണ ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയെ താൻ കണ്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ പൾസർ സുനി നേരത്തെ ഈ നടിയെ പീഡിപ്പിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അത് പിന്നീട് ഈ അഭിഭാഷകർക്ക് കൈമാറിയിരുന്നു. ആ ദൃശ്യങ്ങൾ ശരത്ത്, അതായത് ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തും പിന്നീട് ദിലീപിന്റെ സഹോദരി ഭർത്താവും ചേർന്ന് ഒരു ടാബിലിട്ട് ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. ഇതിന് താൻ സാക്ഷിയായിരുന്നു. ഇതായിരുന്നു പ്രസക്തമായിട്ടുള്ള സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തി. ആ തുടരന്വേഷണ കുറ്റപത്രമൊക്കെ തന്നെ 2022 നൽകുകയും ചെയ്തു. ആ തുടരന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുമാണ് 2-ാം ഘട്ട നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ കേസിൽ അപ്പാടെ കൃത്യമായിട്ട് രേഖകൾ മുന്നോട്ട് വെക്കാനും അതോടൊപ്പം തന്നെ തെളിവുകൾ വെക്കാനും പ്രോസിക്യൂഷന് സാധിച്ചുവെങ്കിലും എന്തുകൊണ്ടാണ് ദിലീപിന് അതിജീവിതയുമായിട്ട് ഇത്രയധികം ദേഷ്യം അല്ലെങ്കിൽ ഇത്രയധികം ക്രൂരത ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തെളിവുകൾ വേണമായിരുന്നു. അതിനായിരുന്നു ആ സാക്ഷിമൊഴികൾ ഉപയോഗിച്ചത്. പക്ഷേ പിന്നീട് ദിലീപിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ മേഖലയിലുള്ള നടീനടന്മാർ, പ്രത്യേകിച്ച് സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഭാമ ഉൾപ്പെടെയുള്ള ആളുകൾ കൂറുമാറിയ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പിന്നീട് അതിനപ്പുറത്തേക്ക് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയായിരുന്നു തുടരന്വേഷണത്തിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയായിട്ട് പ്രോസിക്യൂഷൻ ഉപയോഗപ്പെടുത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള 833 രേഖകൾ, 261 സാക്ഷി മൊഴികൾ, ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ചും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെയും സാഹചര്യ തെളിവുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഈ കേസിൽ ഇത്രയധികം കാലതാമസം വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല തവണയാണ് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത്. അതായത് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച ഒരു സാഹചര്യം. ഈ പ്രോസിക്യൂഷൻ സാധാരണ ഒരു കേസിനെതിരെ, അതായത് ഒരു കോടതിക്കെതിരെ ആണെങ്കിലും ഒരു ചില വാദഗതികൾ തങ്ങൾക്ക് പറയാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, കേസിന്റെ വിചാരണ കൃത്യമായിട്ടുള്ള ദിശയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂട്ടർമാർ മുന്നോട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കേസ് കൂടിയായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്. അതിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. പിന്നീട് ഏറ്റവും ഒടുവിൽ വന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് വി അജകുമാർ. പിന്നീട് അതിനുശേഷം മറ്റൊരു വഴിത്തിരിവ് ആയതെന്ന് പറയുന്നത് പ്രത്യേക കോടതിയിലേക്ക് ഈ കേസ് വന്നു എന്നുള്ളതാണ്. ഹണിയും വർഗീസിലേക്ക് ഈ കേസ് എത്തുന്നു. അന്ന് അവർ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ്. പിന്നീട് അവർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിട്ട് അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടി. തുടർന്ന് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് വിചാരണ നടപടികൾ കൊണ്ടുവന്നു. പക്ഷേ അതിനിടയിൽ തന്നെയാണ് അതിജീവിത പറയുന്നത് തനിക്ക് വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല, വിചാരണ കോടതി പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത്, അതുകൊണ്ട് തന്നെ തനിക്ക് ഈ വിചാരണ നടപടികളിലോ ജഡ്ജിയിലോ വിശ്വാസമില്ല. അതായത് ഒരു ജുഡീഷ്യറിക്കെതിരെ ഒരു ഇരയായിട്ടുള്ള സ്ത്രീ രംഗത്ത് വരികയാണ്, തനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. അത് വലിയ രീതിയിലൊരു കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അതിജീവിത തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ, ചില നടപടിക്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. വിചാരണ കോടതി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം. പക്ഷെ അതിൽ ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള സമീപനമൊന്നും സ്വീകരിച്ചില്ല. പക്ഷേ പിന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു
ഘട്ടം നിർണായകമായതെന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളതാണ്. അതിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള, അതായത് ഒരു ജില്ലാ കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ കേസിലെ അതിജീവിത തന്നെയാണ്. അങ്ങനെ അവർ സമീപിക്കുകയും പിന്നീട് ഹൈക്കോടതിക്ക് ആ ആവശ്യപ്പെട്ട കാര്യങ്ങളിലും ആരോപണങ്ങളിലും ഗൗരവ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ അത് അനുവദിക്കണമെന്നുള്ളൊരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഹൈക്കോടതി എത്തുകയും ജില്ലാ ജഡ്ജിയെ കൊണ്ട് തന്നെ ഈ ഒരു ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം നടത്തി അതിൽ തന്നെ കൃത്യമായിട്ട് കണ്ടെത്തി 3 തവണയാണ് ഈ അസാധാരണമായ നിയമ പോരാട്ടങ്ങൾ കൂടി ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ജിജീഷ് കരുണാകരനിലേക്കും നിഷ ദിലീപിലേക്കും കൂടി പോകുകയാണ്. ജിജീഷ്, നിഷ, നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ നിയമ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഏകദേശം 5 തവണയാണ് വിചാരണ നീട്ടിവെച്ചത് എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ 90ഓളം ഹർജികൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയത്, ഡ്രൈവിന്റെ ഹാഷ് വാല്യൂ മാറിയതടക്കം ഒരു ജഡ്ജി തന്നെ സംശയ നിഴലിലാകുന്ന സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളാൽ ചൂടുപിടിച്ച ഈ നിയമ പോരാട്ടത്തിന് ഇന്ന് അന്തിമ വിധിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഏകദേശം 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനു മുൻപ് 10 പ്രതികളും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. അതിജീവിത കോടതിയിലേക്ക് എത്തില്ല, അവർ വീട്ടിലിരുന്നായിരിക്കും വിധി കേൾക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതിക്ക് മുന്നിൽ നിന്ന് ജിജീഷിനും നിഷയ്ക്കും പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലോണി, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, കാരണം പലതവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പല കാരണങ്ങൾ പറഞ്ഞ് ഇത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട്, കാരണം പലപ്പോഴും നിശ്ചിത സമയത്തിനകം ഈ ഒരു വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇഴകീറി പരിശോധിച്ചുള്ള കേസിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് തന്നെയുള്ള ഒരു വാദപ്രതിവാദങ്ങൾ നടന്നു. അതിൽ പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാം തന്നെ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. ഒപ്പം തന്നെ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന നിരവധി സാക്ഷികളുണ്ട്. ആ സാക്ഷികളുടെ മൊഴികൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ്. നാടകീയമായിരുന്നു ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ രംഗങ്ങളെല്ലാം എന്ന് പറയുന്നത്. ഈ പൾസർ സുനി കീഴടങ്ങാൻ എത്തിയതടക്കമുള്ള കാര്യങ്ങളിലുള്ള നാടകീയത നമ്മൾ കണ്ടതാണ്. നമ്മളോടൊപ്പം നിഷ മനോഹർ ഉണ്ട്. നിഷ, ഇതിൽ വലിയ നാടകീയ രംഗങ്ങളാണ് തുടക്കം മുതലുണ്ടായത്. പൾസർ സുനിയുടെ കീഴടങ്ങലടക്കം കോടതിയിൽ വന്നത് അത്തരത്തിൽ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു അത്തരം കാര്യങ്ങൾ? ഒരുപാട് നാടകീയ രംഗങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചൊരു കോടതിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ, അതായത് 2017 ജിജീഷ്, നിഷ, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ വസതിക്ക് മുൻപിൽ നിന്നുള്ളതാണ്. വാഹനം തയ്യാറായി നിൽപ്പുണ്ട്. കോടതിയിലേക്ക് ദിലീപ് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ദിലീപ് കോടതി വാഹനത്തിനുള്ളിലേക്ക് കയറുന്ന ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുക. അതിനു മുൻപ് ദിലീപ് സ്വവസതിയിൽ നിന്നും കോടതിയിലേക്ക് പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൃത്യം 9:30 തന്നെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ബീന റാണി ചേരുന്നുണ്ട് അവിടെ നിന്ന്. ബീന, പറയൂ. ദിലീപ് കോടതിയിലേക്ക്. കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു വിധി ദിനം തന്നെയാണ് ഇന്ന്. ദിലീപ് അടക്കം 10 പ്രതികളാണ് ഗൂഢാലോചനയിൽ ദിലീപ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയാണ് ഈ കേസിന് പുതിയ മാനങ്ങൾ വരുന്നത്. പിന്നീട് തുടർന്നങ്ങോട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്യാൻ ദിലീപ് പ്രേരിപ്പിക്കപ്പെട്ടത്, അതിന്റെ കാരണങ്ങൾ എല്ലാമായിരുന്നു. ദിലീപ് കോടതിയിലേക്ക് നീങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം 9:30 തന്നെ ദിലീപ് വസതിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 11 മണിക്ക് 10 പ്രതികളും കോടതിയിൽ ഹാജരാകണം. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കും. അതിജീവിത കോടതിയിൽ എത്തിച്ചേരുകയില്ല. വിധി കേൾക്കുന്നതിനായി അവർ വീട്ടിലിരുന്ന് തന്നെയാകും വിധി കേൾക്കുക. ഇപ്പോൾ ദിലീപിന്റെ വസതിയിൽ നിന്നും ദിലീപ് കാറിൽ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ യാത്രാ സമയമെടുക്കും. അതിനുശേഷമായിരിക്കും
കോടതിയിൽ എത്തിച്ചേരുക. 10 പ്രതികളും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അങ്ങനെ 2017 തുടങ്ങിയ ആ കൃത്യത്തിനാണ് ഇപ്പോൾ നിലവിൽ അന്തിമ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സംഭവബഹുലമായ ഒരു ദിവസം, ഏറെ നിർണായകമായ ഒരു ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുന്നത്. കൃത്യം 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. സുനിൽ NS എന്ന പൾസർ സുനി, അതോടൊപ്പം മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, H സലിം, പ്രദീപ്, ചാർലി തോമസ്, നടൻ ദിലീപ് 8ാം പ്രതി, 9 സനൽകുമാർ, 10 G ശരത്ത്. അങ്ങനെയാണ് പ്രതിപട്ടിക നീളുന്നത്. എന്തായാലും ഇന്ന് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഏറെ നിർണായകമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബീനാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെ കൃത്യം 9:30 തന്നെ ദിലീപ് പുറപ്പെട്ടു അല്ലേ? നമുക്ക് നേരെ ജിജീഷിലേക്ക് പോകാം. ദിലീപ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്ന് 11 മണിക്കാണ് എറണാകുളം. ബീന തുടർന്നോളൂ. ഇന്ന് രാവിലെ 11 മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി പറയുക. ദിലീപ് 9:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ദിലീപിൻ്റെ സഹോദരനും കുടുംബാംഗങ്ങളും 10ാം പ്രതി ശരത്തും ദിലീപിനൊപ്പമുണ്ട്. ഏതാണ്ട് എല്ലാ പ്രതികളും 10 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. 10 മണിയോടെ കോടതിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് അല്പസമയത്തിനുള്ളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വരാനുള്ളത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണിന്ന്. കാരണം കുറ്റകൃത്യത്തിൽ ദിലീപ് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും സംഭവത്തിൻ്റെ മുഖ്യ ആസൂത്രകനെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച സാഹചര്യത്തിൽ 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരെ എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ മലയാള സിനിമാ ലോകവും ഒപ്പം തന്നെ ദേശീയ തലത്തിലും വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കേസായതിനാൽ എല്ലാവരും തന്നെ ഇന്നത്തെ വിധി വളരെ ഒരു നിർണായക വിധിയായി തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും വളരെ 8 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാൻ പോകുന്നത്. എല്ലാം തന്നെ രഹസ്യ വിചാരണയായിരുന്നു. ഏതാണ്ട് 28 സാക്ഷികളാണ് ദിലീപിനെതിരെ ആദ്യഘട്ടത്തിൽ മൊഴി കൊടുത്ത് പിന്നീട് മൊഴി മാറ്റി പറഞ്ഞത്. ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് മൊഴി നൽകാൻ എത്തിയിരുന്നത്. പ്രോസിക്യൂഷൻ കണ്ടെത്തിയതനുസരിച്ച് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതലേ വാദിച്ചിരുന്നത്. ആദ്യം മുതലേ തന്നെ ദിലീപ് സംശയനിഴലിലായിരുന്നത് ആക്രമിക്കപ്പെട്ട സംശയനിഴലിലായിരുന്നതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ആക്രമിക്കപ്പെട്ട നടി നൽകിയ മൊഴിയും. ദിലീപിൻ്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരോട് കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധത്തെക്കുറിച്ച് അറിയിച്ചതാണ് ഈ നടിയോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയത്. ഇതിൻ്റെ ഭാഗമായി നടിയെ ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു.